മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുന്നതിന് തമിഴ്നാടിന് അനുമതി ആവശ്യമില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി പി.സി. തോമസ്. മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമുകളുടെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണെന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചതാരെന്നതിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കയകറ്റേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഡാമിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ നിലവിലില്ല. കേന്ദ്ര ഡാം രജിസ്റ്ററിൽ ഡാമിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണ് എന്നത് കോടതി വിധി പ്രകാരം കേരളത്തിനാണെന്ന് തിരുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കേരളത്തിന് സാധിക്കും. തമിഴ്നാടിന്റെ സമ്മതത്തോടെ പുതിയ ഡാം ഉണ്ടാകില്ല. അതിനാൽ കേരള സർക്കാർ ആർജവത്തോടെ തീരുമാനമെടുത്ത് നടപ്പാക്കണമെന്നും പി.സി. തോമസ് ആവശ്യപ്പെട്ടു. തമിഴ്നാട് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു കാലത്തും ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, തമിഴ്നാട്ടിൽ ഒരു ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് കയറി ഇതിനെ സപ്പോർട്ട് ചെയ്താൽ അങ്ങനെ ആയിക്കളയാം എന്ന് പറഞ്ഞാൽ അവർക്കവിടെ രാഷ്ട്രീയ സപ്പോർട്ട് പോകും. അതുകൊണ്ട് അവർ തയ്യാറാകില്ല എന്നുള്ളത് കൊണ്ട്, പിന്നെ ഇത് നമ്മുടേതാണെന്ന് പൂർണ്ണമായിട്ടും തെളിയിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് പുതിയൊരു ഡാം പണിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് കേരളം അതിന് മുൻകൈയെടുത്ത് ഡാം പണിയണം. അതിനകത്ത് തമിഴ്നാട് എതിർ നിന്നാൽ പോലും ഡാം പണിയാം, ആ പണി നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുല്ലപ്പെരിയാർ ഉൾപ്പെടെ 4 ഡാമുകളുടെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണെന്ന കേന്ദ്ര ഡാം രജിസ്ട്രിയിൽ തെറ്റായി ചേർത്തത് തിരുത്തിക്കാൻ താൻ കേസ് നൽകിയതിലൂടെ സാധിച്ചു. രേഖകളിൽ തിരിമറി നടത്തിയതിനു പിന്നിൽ പ്രവർത്തിച്ചതാരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം വേണം. വിഷയത്തിൽ കേന്ദ്രം ഇടപെടണമെന്നും മുൻ കേന്ദ്രമന്ത്രിയായ പി.സി. തോമസ് ആവശ്യപ്പെട്ടു. ജനം, കോട്ടയം.